ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മീൻ ബിരിയാണിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കേരമീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കട്ടെ. ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ മീനിൽ മസാല ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്ക് കുരുമുളക് പൊടി പച്ചമുളകൊക്കെ ചേർക്കുന്നത് വേറെ എരിവുള്ള മുളക് ഞാൻ ഇതിലേക്ക് ചേർക്കണില്ല. 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം കൂടി പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലോണം ചതച്ചത് ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ആ ഒരു മസാലയ്ക്ക് ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ മസാല ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മീൻ കഷ്ണങ്ങളിൽ മസാല പുരട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബിരിയാണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1/2 കിലോ കേരമീനാണ് കേട്ടോ. കഷ്ണങ്ങളിൽ മസാല പുരട്ടിയെടുത്തതിന് ശേഷം അരമണിക്കൂർ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ചിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് അല്ലി അടർത്തി ഇട്ട് കൊടുക്കുക. ഈ ഒരു സവാളയിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു സവാള പെട്ടെന്ന് തന്നെ അങ്ങ് വാടി കിട്ടിക്കോളൂ. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. സവാള ഇതേപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അത് എണ്ണയിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഞാനൊരു എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനുശേഷം നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവാള ചേർത്തിട്ടുണ്ട്. വലിയ സവാളയായിരുന്നേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു രീതിക്ക് സവാള ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കനം കുറച്ചിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എല്ലാവരും ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലോണം ഒന്ന് വാടി കിട്ടുന്നവരെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വലിയ തക്കാളി ആയിരുന്നു, ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഒരു തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടുവേ. അപ്പോൾ ഇതേപോലെ തക്കാളിക്കൊന്ന് വെന്തുടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണക്ക് മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പൊടിയൊക്കെ മൂത്തിട്ട് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒരുപാട് പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക.
ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പുരട്ടുന്നതിന് മുമ്പ് ചെറിയൊരു അളവിൽ മീൻ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മീൻ കഷ്ണങ്ങളും ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതേപോലെ മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് ആ ഒരു മസാല റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ചോറിൽ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമേ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് മീനും കൂടി ഫ്രൈ ആക്കി എടുക്കാവേ. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വേറൊരു അടുപ്പിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. മസാല റെഡിയാവുന്ന സമയത്തിന് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉണക്കിയെടുക്കേണ്ട, ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയെങ്കിൽ മാത്രം മതിയേ. അപ്പോൾ ഇനി നമുക്കിത് ഗ്രേവിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഗ്രേവി നല്ലതുപോലെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ ഒരു ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിരുന്ന ആ ഒരു ഭാഗം വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് സവാള ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ബാലൻസുള്ള ഗ്രേവിയും ആ ഒരു എണ്ണയ്ക്ക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദമ്മിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ബിരിയാണി റൈസ് ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഞാൻ റൈസ് റെഡിയാക്കി എടുക്കുന്നത് ഇതിന് മുൻപ് കുറേ വീഡിയോകളിൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പകുതി ഭാഗം റൈസ് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. കുറച്ച് സവാള ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ബാലൻസ് ഇരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കഷ്ണണ്ടിപ്പരിപ്പും സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളൊരു ഗ്രേവിയിൽ ഇട്ട് കൊടുത്തിരുന്ന ആ ഒരു മീൻ കഷ്ണങ്ങൾ ഗ്രേവി മാത്രം ദമ്മിട്ട സമയത്ത് ആ ഒരു ചോറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്രൈ ആക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇതേപോലെ നമ്മൾ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെർവ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകാതെ ഒരു മീൻ കഷ്ണങ്ങൾ എടുക്കാൻ പറ്റുമേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടോ. വളരെ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു മീൻ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.